വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ തേർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്തു. ഉടൻ മയക്കുവെടി വെക്കും. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി. രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവേനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീണ്ടും ഊട്ടിക്കവലയിൽ പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. കടുവയെ നേരിൽ കണ്ടെന്ന് ബിജുവിന്റെ അമ്മ പറയുന്നു. കടുവനെ കണ്ടു ഞാൻ ഈ കൂട്ടിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇതിനെ കൊന്നേച്ച് ഇങ്ങോട്ട് തിരി ഒച്ച കേട്ടോണ്ട് ഞാൻ നോക്കുമ്പോൾ കടുവ ഇതിന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് കയറി പോവുക. വലിയ സാധനം എത്രയോ ഉണ്ട്. ഇത് ഈ പൊക്കമുണ്ട്. നമ്മൾ ചെറുതാണെന്നും പറയണേ വലിയ സാധനമാണ് തള്ളെ. ഇതിനെങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് പോകുന്നത്. കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിൽ. പൂക്കല വരയ്ക്കുന്ന പോലെ ഇതുങ്ങൾ 3 എണ്ണം വരയ്ക്കണം. 3 കുഞ്ഞുങ്ങൾ ഒരു തള്ളയുടെ കുഞ്ഞുങ്ങളാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് ജനകീയ സമരസമിതി. കെണിവെച്ച് പിടിക്കുക എന്ന നിലപാടിൽ നിന്ന് വനം വകുപ്പ് പിൻവാങ്ങണം. രാത്രിയാവുന്നതിന് മുൻപ് തന്നെ കടുവയെ മയക്കുവെടി വെക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ഭീതി ഒഴിവാക്കി തരണമെന്നാണ് വനം വകുപ്പിനോട് പറയാനുള്ളത്. അപ്പം ഇന്ന് രാവിലെ കടുവയെ ഈ അടുത്ത പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് അന്നേരം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടില്ലായിരുന്നു. കൂട് സ്ഥാപിച്ചു അവർ. അപ്പം ഇവരുടെ ഒരു ഏകോപനം ഇല്ലായ്മ ഇതിനകത്ത്, ഫോറസ്റ്റിൻ്റെ ഒരു ഏകോപനം ഇല്ലായ്മ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വൻ പ്രക്ഷേപങ്ങളിലേക്ക് ഈ ഒരു സാഹചര്യത്തെ കൊണ്ടുപോകരുത് എന്നൊരു ജനങ്ങളാകെ വയലൻ്റാണ്. ഇത്തരമൊരു സാഹചര്യത്തെ ഒരു പ്രക്ഷേപമാക്കി മാറ്റരുതെന്നാണ് പറയാനുള്ളത്. അനൽക്ക സേതം വീണ്ടും വിശദാംശങ്ങളുമായി. അനൽക്ക, നമുക്കറിയാതുപോലെ ഇപ്പോൾ 2-3 ദിവസമായി ആളുകൾ, അവിടെയുള്ള പ്രദേശവാസികൾ ഈ ഭീതിയിൽ തന്നെ കഴിയുന്നു. ഈ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയുള്ള തെരച്ചിലും ഈ 2-3 ദിവസമായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ തെർമൽ ഡ്രോൺ സംവിധാനത്തിൽ ഇതിനെ ലൊക്കേറ്റ് ചെയ്തോ, കൃത്യമായി ലൊക്കേറ്റ് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ കണ്ടാൽ ഉടനെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമാണോ? അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയായോ? അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 9 ദിവസങ്ങളിലായി ഇവിടുത്തെ ജനങ്ങൾ, അതായത് വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ഈ കടുവാപ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്ക വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. ഈ 9 ദിവസത്തിനുള്ളിൽ 4 ആടുകളെയാണ് കൊന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ, അതായത് വയനാട് DFO അജിത് കെ രാമൻ ഇവിടെ എത്തിയ സമയത്ത് കോൺഗ്രസ് നേതാക്കളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ ആടിനെ കൊന്ന ഈ വീട്ടിലെത്തിയ സമയത്ത്, അതായത് കോൺഗ്രസ് നേതാക്കൾ, വയനാട് DFOയുടെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പ്രതിഷേധത്തിൻ്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ പോലീസിനെ അടക്കം ഇവിടെ വിന്യസിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വയനാട്ടിലെ പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കൾ, അതായത് ഇന്നലെ ഇവിടെ സംഭവം നടന്ന ഈ സ്ഥലത്ത് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സമയത്താണ് വയനാട് DFO അജിത് കെ രാമൻ ഈ സ്ഥലത്ത് എത്തുകയും ഇവരോട് സംസാരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. അതായത് ഈ ആടിനെ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന്, അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ 9 ദിവസങ്ങളിലായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം ക്ഷീരകർഷകരാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയൊരു ആശങ്കയുണ്ട്. കൃഷിക്കാരാണ്, അവർ വിളവെടുക്കുന്ന സമയമാണ്. ആ സമയമായതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന ഒരു ആശങ്കയൊക്കെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജനകീയ സമിതി ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അതായത് കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കണമെന്ന
ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് ഈ ഇവിടെയുള്ള അതായത് ജനകീയ സമിതി ഭാരവാഹികളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കളും തമ്മിൽ ചില രീതിയിലുള്ള വാക്തർക്കം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ രാവിലെ ഈ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തിയ സമയത്തൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള വാക്തർക്കം ഉണ്ടായിരുന്നു. നഷ്ടപരിഹാരം അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. വനം വകുപ്പ് മന്ത്രി സംഭവ സ്ഥലം സന്ദർശിക്കുന്നില്ല, ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ജനകീയ സമിതി ഭാരവാഹികൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജനകീയ സമിതിയെ ബന്ധപ്പെട്ട് തന്നെ ഈ പിന്നെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അനുമതി വാങ്ങിയിട്ടുള്ളത് ഈ ജനകീയ സമിതി സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ കടുവയെ കെണിയിലകപ്പെടുത്താതെ നേരിട്ട് മയക്കുവെടി വെക്കണമെന്നൊരു ആവശ്യമായിരുന്നു ജനകീയ സമിതി ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. കാരണം കാപ്പിയടക്കമുള്ള ഈ നാണ്യവിളകളുടെ വിളവെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ്. ആ വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനിയും ഈ കടുവ ഭീതി നിലനിൽക്കുന്ന സമയത്ത് വിളവെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അത്തരം ആശങ്കകൾക്ക് പരിഹാരം വേണമെന്നൊരു കാര്യമാണ് ഈ ജനകീയ സമിതികളും അതുപോലെ തന്നെ ഇവരൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തി പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരെ സർക്കാരിനെതിരെയും വനംവകുപ്പ് മന്ത്രിക്കെതിരെയുമാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നത്. ഈ വിമർശനത്തിന്റെ കാര്യമെന്ന് പറയുന്നത് വനംവകുപ്പ് മന്ത്രി ഇതുവരെ ഈ സംഭവം ഇത്രയും വെടിവെച്ച് കൊന്നോ അതല്ല വിഷയം. അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഒറ്റക്കെട്ടാണ് ജനം, ഒറ്റക്കെട്ടാണ്. പിന്നെ അടക്കി ഒന്ന് വർത്താനം കുറച്ചുകൂടെ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മളൊന്ന് ആലോചിച്ചല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിടിക്കാനുള്ള കാര്യം കൺവിൻസ് കാണിച്ചോളെ അടുക്ക് ബൈറ്റ് എടുക്കാൻ ഇതെല്ലാവരും ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഭയങ്കര നമുക്ക് ഒരാൾ പറയാൻ എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ പൈസ വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞത് അതേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിനെ രാത്രിയിൽ വെടിവെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. വേറൊന്നും പറഞ്ഞില്ല. അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഇന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചത് വേറൊന്നും ഞങ്ങൾ ഇവരെ ചേച്ചി പറഞ്ഞോട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ കടുവയെ പിടിക്കുക? നമുക്ക് പറയാനുള്ളത് മൂന്ന് കടുവേനെ
ആടിനെ കടുവ തിന്നു. എന്നിട്ട് ആർക്കും നാളത്തിൽ തിന്നു. എന്നിട്ട് പോലും ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റിയില്ല, ഒരു പോസ്റ്റർമാർക്കും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതേപ്പറ്റി ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുക്കണം. ചെക്കായി, അവരുടെ മൊബൈലിലായി, അങ്ങനെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓൺലൈൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. എന്നാന്ന് ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. ഇതൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. ഞങ്ങൾ ഇതും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. ഈ കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ടു ഈ ആടിനെ വളർത്തും പാല് കൊടുത്തും ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നവരാ. ഞങ്ങളെ പോലെയുള്ള ഓരോ ജനങ്ങളും അതായത് ഇവിടെയുള്ള ഞങ്ങൾക്ക് ഒത്തിരി സമ്പന്നതയൊന്നും ഉണ്ടായിട്ടില്ല. ഈ കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ടും ആട് വളർത്തും കന്നാലി വളർത്തും ഒക്കെ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത്. അതിനൊരു നഷ്ടപരിഹാരം തരാതെ ഈ ആടിനെ കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് തൂത്തടിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ പൊടിയും തട്ടി നിങ്ങളങ്ങ് പോകും. പിന്നെ നിങ്ങളെ കാണുമോ? ഞങ്ങൾ അതെങ്ങനെയാ കടുവ പിടിക്കുന്ന സമയത്ത് അവരിവിടെ ഉണ്ടാ? പിന്നെ 6, 10, 15, 20 സ്പോട്ടിലെത്തി അവര്. അതിന് അരമണിക്കൂറിനുള്ളിൽ അവരെത്തി. അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റുകാരും എത്തി. പക്ഷെ അവർ വന്ന് അവരെ കൊണ്ട് പറ്റുന്നൊക്കെ നോക്കി. പക്ഷെ കടുവ താഴെ ഉണ്ടായിരുന്നു, അവർക്ക് വെടിവെക്കാൻ പറ്റിയില്ല. അതെന്ത് കാരണം എന്ന് അറിയത്തില്ലാത്ത. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു രാത്രി വെടിവെക്കാൻ പറ്റില്ല, രാത്രി കടുവാനെ വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയണേ. കടുവ ഈ താഴെ കിടപ്പുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞതാ ഇങ്ങനെ. പക്ഷെ രാത്രി പറ്റിയല്ല, നിങ്ങൾ വരയ്ക്കാത്തിരുന്നോ, പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞാൽ പ്രതിഷേധത്തിലേക്ക് പോയത്, അതായത് ഒന്ന് കാപ്പിത്തോട്ടത്തിലാണ് കടുവ ഉണ്ടായിരുന്നത്. കാപ്പിത്തോട്ടത്തിനകത്ത് വെച്ച് കടുവനെ വെടിവെക്കാൻ, പിന്നെ രാത്രി ഇരുട്ട് വീണാൽ ഇത് ഓടുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂല എന്നതുകൊണ്ടാണ് വെടിവെക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? ഞാൻ നിർദ്ദേശിക്കുന്നത് വെച്ചാൽ പകൽ ഒരിക്കലും കടുവനെ വെടിവെക്കാൻ കിട്ടൂല. രാത്രി നിരീക്ഷണത്തിൽ നടത്തണം. രാത്രി നിരീക്ഷണത്തിലെ കടുവനെ വെടിവെക്കാൻ കിട്ടുള്ളൂ. പിന്നെ ഈ സംവിധാനം ഏകോപനമില്ല. ഡോക്ടറും സംവിധാനവും എല്ലാം ഒരുമിച്ച് നിന്നാലേ ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആടിനെ പിടിച്ചു, നാളെ മനുഷ്യനെ നമ്മളെ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും നമ്മൾ? അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ ഇത് കാടല്ല നാടാണ്. ആ നാട് സംരക്ഷിക്കപ്പെടണം, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. അത് നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ടി വി കാണാൻ വേണ്ടിയുള്ള കളികൾ ചുമ്മാ വയനാട്ടിൽ അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാത്തതിലാണ് പ്രതിഷേധം. നാട്ടുകാർ വലിയ തരത്തിൽ ഈ കടുവയെ ഇത്രയും ദിവസമായിട്ടും പിടികൂടാത്തതിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇന്നിപ്പോൾ കടുവയെ തെർമൽ ഡ്രോണിൽ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതുതന്നെയാണ് തീരുമാനവും. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ജനകീയ സമിതിയുടെ മുന്നറിയിപ്പ്. ഏകദേശം ഒരാഴ്ചയിലധികമായി പ്രദേശവാസികൾ ഈ കടുവയുടെ ഭീഷണിയിലാണ്. അനൽക്കയുണ്ട് വിശദാംശങ്ങളുമായി. അനൽക്ക, വലിയ പ്രതിഷേധ സാഹചര്യമാണോ? ഈ നിലവിലിവിടെ ഈ കടുവാ പ്രശ്നവുമായി ഈ അമരക്കുനിയിൽ ഈ കടുവാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. കാരണം ഇതിന് ചില നടപടിക്രമങ്ങളുണ്ടല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പകൽ സമയത്ത് കടുവയെ മയക്കുവെടിവെക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതായത് രാത്രി നിരീക്ഷിച്ചിട്ട് ആ സമയത്ത് തന്നെ കടുവയെ കണ്ടെത്തി ആ സമയത്ത് തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് നീങ്ങണമെന്നൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടെ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള ഈ അമരക്കുനിയിലെ ഈ ജനകീയ സമിതി ഭാരവാഹികളുമായി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചെറിയ രീതിയിലുള്ള വാക്തർക്കം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്.
അറിയിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ പോലീസ് ഇടപെട്ട് അതായത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അതായത് ഈ കടുവ ഭീതി നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ 4 ആടുകളാണ് കഴിഞ്ഞ 9 ദിവസത്തിനിടയ്ക്ക് ഇവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ നമുക്കറിയാം. ഈ സ്വാഭാവികമായ നഷ്ടപരിഹാരം നമുക്ക് സർക്കാരിന് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു സ്വാഭാവികമായ കാലതാമസമുണ്ടാകും. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് നടപടിക്രമങ്ങൾ ലളിതമാക്കണമെന്നാണ് അതായത് ഇതിന്റെ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട അതായത് വീട്ടമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതായത് ചെറിയ വാക്തർക്കം ഉണ്ടാകുകയും പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഇത് ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ എന്താണ് ഇവിടെ പ്രശ്നം? നിലവില് ഈ ദിവസം വരെ ഇവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വാർഡ് മെമ്പർ, 2 വാർഡിന്റെ മെമ്പർമാർ, 8ാം വാർഡ് 9ാം വാർഡ് മെമ്പർ, പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നാട്ടിലെ പ്രദേശവാസികൾ ഉൾപ്പെടെ ആളുകൾ ഒരു കൂടിയാലോചന നടത്തിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരമാവധി സഹകരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു സർവകക്ഷി യോഗം ഉൾപ്പെടെ വിളിക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു ടീം കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, വനവകുപ്പുകാരെ തടഞ്ഞു നിർത്തുന്നു, DFOനോട് ചീത്ത പറയുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സർവകക്ഷിയോഗം പ്ലാൻ ചെയ്തിരിക്കെ ഇവിടെ പ്രാദേശിക മെമ്പർമാരുൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കൂടിയാലോചിച്ച് നടത്തി കൊണ്ടുപോകുമ്പോൾ ഈ പ്രദേശത്തുള്ളവരല്ലാത്ത കുറച്ച് ആളുകൾ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതിനെതിരെ ആളുകൾ സംസാരിക്കുന്ന നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ച ഇപ്പോൾ നടന്നിട്ടുണ്ടോ? എങ്ങനെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അല്ല, നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാമെന്ന് DFO രാവിലെ പറഞ്ഞാണ്. ഇവർ അപേക്ഷകൾ പോലും കൊടുക്കേണ്ടതില്ല. അപേക്ഷ കൊടുക്കാതെ വീട്ടിലെത്തി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ലൊക്കാലിറ്റിയിലുള്ള വെറ്റിനറി സർജനെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ആലോചിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് കുറച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് വലിയ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിൽക്കുകയാണ്. കടുവയെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടെ ഡിപ്പാർട്ട്മെന്റ് തടസ്സപ്പെടുന്ന രൂപത്തിൽ ഇപ്പൊ ഇന്ന് പകൽ ഇതിനെ പിടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ആ സാഹചര്യം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് കുറച്ച് ആളുകൾ വെള്ളം ഇവിടെ വന്നിട്ട് ഈ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ സൂചിപ്പിച്ചത് വ്യക്തമാണ്. അതായത് ഈ ചില കർഷക കോൺഗ്രസ് നേതാക്കൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇവർ പറയുന്നത്. വയനാട് DFO അജിത് കെ രാമൻ മാധ്യമങ്ങളെ കാണുകയാണ്. സംഘർഷം ഉണ്ടാവാനുള്ള സാഹചര്യം അതിന് ഞാൻ പറയുന്നത് ശരിയല്ല. ഏതായാലും ഈ പറയുന്ന ഈ കടുവേനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ പറയുന്ന രാത്രിയോ പകലോ എന്നോ വ്യത്യാസമില്ലാതെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ കടുവ ആക്രമിച്ച് ആട് ചത്തു. ആ സമയത്ത് കടുവ തൊട്ടടുത്ത പറമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് വെടിവെച്ചില്ല എന്ന് വീട്ടിലെ വീട്ടുകാർ അപ്പം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അല്ല, അത് രാത്രി സമയത്തായിരുന്നു. പുലർച്ചെ തന്നെ ഡോക്ടർമാരിവിടെ എത്തിയിരുന്നു. അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലവത്തായില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ശ്രമം ഇനിയും നമ്മൾ തുടരും. അതിൽ രാത്രിയും പകൽ എന്നുള്ളൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോൾ ഈ പകൽ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നടത്തി അതിൽ ഈ പറയുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരിട്ടും നമ്മൾ പരിശോധിച്ചതിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെ, കഴിയാതിരുന്നത് തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന രാവിലെ ഒരു കാപ്പിത്തോട്ടത്തായതുകൊണ്ടും ഇരുട്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാവിലെ ഈ പറയുന്ന മയക്കുവെടി വെക്കാനുള്ളൊരു സാഹചര്യം അനുകൂലമല്ലാതെ വന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന പരിശോധനകൾ തുടരും. മയക്കുവെടി വെക്കാനുള്ള അതെ തീർച്ചയായിട്ടും നമ്മളിവിടെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാർ 24 മണിക്കൂറും ഇവിടെയുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ ടീമും ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാത്രിയും പകലോ വ്യത്യാസമില്ലാതെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. അനൽക്ക DFO ആണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണോ DFO പറയുന്നത്?
കാർഡ് നഷ്ടപ്പെട്ട 4 വ്യക്തികൾക്കും നാളെ തന്നെ ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് വെറ്റിനറി ഡോക്ടർ നിശ്ചയിക്കുന്ന തുക പൂർണ്ണമായിട്ടും നാളെ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഈ കാർഡുകളൊക്കെ നിലവിൽ കൂട്ടുകളിലാണ് സാധിച്ചിട്ടുള്ളത്. ഇതിപ്പോ എപ്പോഴാണ് വെറ്റിനറി ഡോക്ടർ തുക നിശ്ചയിക്കുക? ഇന്ന് തന്നെ നിശ്ചയിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരി 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 ശരി. കഴിഞ്ഞു അനൽക്ക എഫ് പറയുന്നത് അമരക്കുനിയിലെ കടുവാഭീതി ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്തരത്തിൽ ഈ ഏകദേശം ഒരാഴ്ച പിന്നിടുന്ന ഈ കടുവാഭീതി, ജനവാസ മേഖലയിൽ കടുവാഭീതിയിലായിട്ട് ഇന്നും രാവിലെ പുലർച്ചെ ഇത്തരത്തിൽ ആടിനെ ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കടുവയെ കണ്ടാലുടൻ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർണ്ണമാണ് എന്നൊക്കെയുള്ളതാണ്. അനൽക്ക തുടരുന്നുണ്ട്. അനൽക്ക, എന്താണ് സാഹചര്യം? അതായത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ചെറിയൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അതായത് കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് അതായത് ഇത്തരമൊരു സ്ഥലം സന്ദർശിക്കുന്നതിനിടയ്ക്ക് ഒരു സംഘർഷമുണ്ടായത്. അതോടൊപ്പം തന്നെ ഇവിടെ വൈകുന്നേരം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരാനിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ തീർത്തും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ ഇടപെടുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഈ ജനകീയ സമിതിയുടെ നേതാക്കളുമായി ചെറിയ രീതിയിലുള്ള വാക്തർക്കം ഉണ്ടായിരുന്നത്. എന്നാൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് DFO പറഞ്ഞിട്ടുള്ളത് വെറ്റിനറി ഡോക്ടർ നിശ്ചയിക്കുന്ന പ്രകാരം ഈ ആടിനെ നഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്നും വയനാട് DFO അജിത് കെ രാമൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആശങ്ക പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ കടുവയുടെ സാന്നിധ്യം ഈ പകൽ സമയത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഈ കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്കടക്കം നീങ്ങണമെന്നാണ് ഈ കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ കെണി വെച്ചിട്ട് പിടിക്കുന്നതിന് പകരം നേരിട്ട് മയക്കുവെടി വെക്കാനാണ് അതായത് കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസ് ഈ വിഷയം ഇടപെട്ട് ശാന്തമാക്കിയിട്ടുണ്ട്. അതായത് വയനാട് DFO ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ആടിനെ നഷ്ടപ്പെട്ടവർക്ക് അതായത് ഇതിന്റെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും സർക്കാരിന്റെ അടുത്ത് ഇത്തരം നഷ്ടപരിഹാരത്തിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് തന്നെ അത് അപേക്ഷിക്കുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ടുള്ള ചില കാലതാമസങ്ങളുണ്ടാവും. അത്തരം കാലതാമസങ്ങളൊന്നും ഇല്ലാതെ തന്നെ വെറ്റിനറി ഡോക്ടർ അതായത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പക്ഷം ഈ ആടിനെ നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നാണ് വയനാട് DFO അജിത് കെ രാമൻ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്ക അതായത് കൃത്യമായിട്ട് 24 മണിക്കൂറും ഈ കടുവ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ഈ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ ഈ ഭാഗത്ത് കൃത്യമായിട്ട് സർവൈലൻസ് ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും.